ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും സ്നേഹവല്ലഭനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 26 വാക്യം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമുക്ക് ഏറെ ചിന്തനീയമായ ഒന്നാണ്. അതുമാത്രമല്ല, നാം അനവധി വായിച്ചിട്ടുള്ളതുമാകുന്നു. കാൽവരി കുരിശിൽ പ്രാണവേദന കൊണ്ട് പിടയുന്ന മകൻ, അതിൻ്റെ ചുവട്ടിൽ സങ്കടപൂർവ്വം നിൽക്കുന്ന അമ്മ, അമ്മയും മകനും തമ്മിലുള്ള സംസാരം. ഈ സംസാരത്തിൽ നിന്ന് വർത്തമാനകാലത്ത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് അറിയാതെ സംസാരിക്കുന്നു. അമ്മ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം, മമ എന്ന് പറയുന്ന പദത്തിന് മുന്നിൽ അകാരം ചേരുമ്പോഴാണ് അമ്മയുണ്ടാവുക. മമ എന്ന് പറയുമ്പോൾ എൻ്റേത്, അകാരം ചേരുമ്പോൾ അത് എൻ്റേതല്ല. പ്രിയപ്പെട്ടവരെ, തനിക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് അവസാനം ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന അമ്മമാരുടെ ജീവിതങ്ങൾ, അത് അതിരാവിലെ തുടങ്ങി നല്ല രാത്രിയിൽ വരെയുള്ള ജീവിതത്തിൻ്റെ ഓട്ടത്തിലും ഇത് നമ്മളോട് വല്ലാതെ സംസാരിക്കുന്നില്ലേ അമ്മയുടെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നാം നിൽക്കുമ്പോൾ, കുരിശിൽ കിടന്ന് പ്രാണവേദന കൊണ്ട് പിടയുന്ന മകൻ താൻ സ്നേഹിക്കുന്ന ശിഷ്യനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ എന്ന്. നോക്കൂ, സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും തൻ്റെ അമ്മയെ കരുതുന്ന സ്നേഹം. പരിശുദ്ധ അമ്മയുടെ ജന്മപ്പെരുന്നാളിൻ്റെ ദിവസത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഈ അമ്മയും മകനും നമ്മളോട് സംസാരിക്കുന്നത് തന്നെ ഒരു കരുതലിൻ്റെ സ്നേഹം ജീവിതയാത്രയിൽ ഉണ്ടാകണം. സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും തൻ്റെ കൂടെയുള്ളവരെ കരുതുന്ന ഒരു സ്നേഹം. എടുക്കുമ്പോൾ പ്രാണവേദനയിൽ പുളയുമ്പോൾ തൻ്റെ അമ്മയെ കരുതുന്ന മകൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ കരുതലിൻ്റെ കരം എന്നെയും നിങ്ങളെയും ചേർത്ത് നിർത്തുന്നുണ്ട്. കാൽവരി കുരിശിലേക്ക് നോക്കുമ്പോൾ സങ്കടങ്ങൾ അവൻ സഹിച്ച സങ്കടങ്ങളേക്കാൾ അധികമാകില്ലെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നു. സന്തോഷങ്ങളിൽ അവൻ കൂടെ ഉണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തകർന്നു പോകാതെ കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ജീവിതയാത്രയിൽ കാൽവരി കുരിശിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ഒപ്പം നമുക്കും യാത്ര ചെയ്യാം. 2, സഹനങ്ങളിൽ ഒരിക്കലും കൈവിടുന്നതല്ല യഥാർത്ഥ സ്നേഹം എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. മകൻ കുരിശും ചുമന്ന് ഉള്ള യാത്രയിലും സങ്കടങ്ങളിലും ഈ അമ്മ മകൻ്റെ കൂടെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന അമ്മയെ മകൻ നല്ലതുപോലെ തിരിച്ചറിയുന്നു. നമ്മൾ ഇന്ന് സങ്കടങ്ങൾ ഏറി വരുമ്പോൾ പലരും ഈ കൂടെയുള്ള യാത്ര മറന്നുപോകാറുണ്ട്. സങ്കടങ്ങളിൽ ചേർന്ന് നിൽക്കുവാൻ മനസ്സ് കാണിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ ജനനപ്പെരുന്നാളിൽ രണ്ടാമതായി നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വ്യവസായിയാണ് യൂസഫ് അലി തൻ്റെ യാത്രയിൽ എപ്പോഴും ലാപ്ടോപ്പ് ബാഗ് കരുതാറുണ്ട് പോലും. അടുത്തിടയ്ക്ക് ഒരു പ്രഭാഷകൻ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. കൂടെ ഈ ലാപ്ടോപ്പ് ബാഗ് ഈ യൂസഫ് അലി തുറന്നു നോക്കിയിട്ട് അതിനകത്തേക്ക് ഉമ്മ വെക്കും. ധനാഢ്യനായ സുഹൃത്ത് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ ലാപ്ടോപ്പ് ഇങ്ങനെ ഉമ്മ വെക്കുന്നതെന്ന്. ഉടനെ ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഇത് ലാപ്ടോപ്പല്ല, ഇതെൻ്റെ ഉമ്മ അണിഞ്ഞ വസ്ത്രമാണ്. അത് സങ്കടങ്ങളിൽ സംഘർഷങ്ങളിൽ സന്തോഷങ്ങളിൽ അത് കരുത്ത് പകരുമെന്ന്. സഹോദരങ്ങളെ, യഥാർത്ഥ മാതൃസ്നേഹം സങ്കടങ്ങളിൽ കൂടിയിരിക്കുന്നതാണ്. യഥാർത്ഥ പുത്രസ്നേഹവും സംഘർഷങ്ങളിൽ കൂടിയിരിക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹബന്ധത്തിൻ്റെ ആഴം
സംഘർഷങ്ങളിൽ കൂടിരിക്കുന്ന കരുതലിൻ്റെ, ചേർന്നടക്കുന്നതിൻ്റെ അളവുകോൽ വെച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാകുവാൻ നമ്മെ കാൽവരി കുരിശിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഈ മാതാവും കുരിശിൽ കിടക്കുന്ന മകനും നമ്മെ വിളിച്ചു അറിയിക്കുന്നു. ജീവിതം നമുക്കൊന്ന് ക്രമീകരിക്കാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് യാത്ര ചെയ്യാം. കരുതലിൻ്റെ കരുത്തെ മനസ്സിലാക്കി സംഘർഷങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടിരുന്ന് ജീവിതത്തെ നമുക്ക് കരുപിടിപ്പിക്കാം. സർവശക്തനായ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എളിയ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ തന്നെ. ആമേൻ.